പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ പ്രാർത്ഥനയെ പറ്റിയാണ്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? പല വിധത്തിൽ പല പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടെ വേദപുസ്തകം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വിഷയം വലുതാണ്, പക്ഷേ പ്രാർത്ഥന ചുരുക്കമായിരിക്കണം. അതായത് നമ്മൾ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അത് നാം ആണ് നിശ്ചയിക്കേണ്ടത്. 1 രാജാക്കന്മാർ 18-ന്റെ 36-37 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടേന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണം. നോക്കൂ, വിഷയം നമ്മൾ 18-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, വലിയ വിഷയമാണ്. പക്ഷേ ഇവിടെ ചുരുക്കമായിട്ട് 2 വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ഈ ജനം അറിയത്തക്കവണ്ണം എനിക്ക് ഉത്തരം അരുളിത്തരണം. 19-ാം വാക്യത്തിലൊക്കെ കാണാൻ സാധിക്കും, ആഹാബ് രാജാവ് അശേര പ്രതിഷ്ഠകളെയും പ്രവാചകന്മാർ ബാലിന്റെ വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് ആരാധിക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തില് ഏലിയ പ്രവാചകൻ ചെന്ന് ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയ മക്കളെ, ഇരുതോണിയിൽ കാൽ വെക്കുന്ന ആ സ്വഭാവം എന്തിനാണ്? അതാണ് 21-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ബാലിന്റെ പ്രവാചകർ 450 പേരുണ്ട്. ഇസബേലിന്റെ മേശിങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെ പറ്റിയും മേലെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 450 ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഏലിയ പ്രവാചകൻ യഹോവയുടെ പ്രവാചകനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. പ്രിയ മക്കളെ, നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത്. 23-ാം വാക്യത്തിൽ, ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു, ഹന്നമായി തീയിടാതെ വിറകുമേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. ഹല്ലേലൂയ. നോക്കൂ, തീ കൊണ്ട് ഉത്തരം നൽകി തരുന്ന ദൈവം നമ്മുടെ അപ്പൻ. എവിടെയും പ്രവർത്തിക്കുന്ന കർത്താവപ്പച്ചന. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ. എന്നിട്ട് തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. നോക്കൂ, ഏലിയ പ്രവാചകൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാളയെടുക്കുക. നിങ്ങൾ ദേവനെ വിളിക്കുക. നിങ്ങളാണല്ലോ ആൾക്കാർ കൂടുതലുള്ളത്, ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മുടെ അപ്പൻ നമ്മെ ഒരിക്കലും കൈവിടുന്ന അപ്പനല്ല. നമ്മൾ ഒരുവൻ മാത്രമേ കർത്താവിന്റെ സന്നിധി വിളിച്ചപേക്ഷിക്കുമ്പോഴും അവിടെ ഉത്തരം നൽകി തരുന്ന അപ്പനാ. താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഉച്ചവരെ ഒക്കെ വാലിന്റെ ദൈവത്തെ
കിടന്ന് വിളിക്കുക ജനങ്ങൾ. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ അവരുടെ ദേവനെ വിളിക്കണമോ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു, ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. ഹല്ലേലൂയ. നോക്കൂ, തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തെ ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവനെ ഉണർത്തണമെന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് പറയാ. ഹല്ലേലൂയ. പക്ഷെ താഴോട്ടുള്ള വാക്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഏലിയ പ്രവാചകൻ ഹല്ലേലൂയ യഹോവയുടെ പ്രവാചകനായി ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ വന്ന് ഹല്ലേലൂയ ഇവിടെ പറഞ്ഞു കാണുന്ന കഴിയുന്നു, ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഹല്ലേലൂയ. ഐക്യതയോടെ നിൽക്കണം പ്രിയ മക്കളെ. ഇടിഞ്ഞു കിടക്കുന്നതെല്ലാം നന്നാക്കിയിട്ട് വേണം ദൈവസന്നിധി നിൽക്കാൻ. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഈ 31-ാം വാക്യത്തില്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്ന യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിലൊരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടി വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവിൻ. നോക്കൂ ഹല്ലേലൂയ പ്രിയ മക്കളെ. ഹല്ലേലൂയ. വെള്ളം ഒഴിച്ച് ഹല്ലേലൂയ അവിടെ ഞാൻ നോക്കൂ, അതും വെള്ളത്തിന്റെ നടുവിലാണ് ഈ ഒരു യാഗപീഠം പണിത്. അതിന്റെ വിറകിലും ഹല്ലേലൂയ ആ യാഗപീഠത്തിലും എല്ലാം വെള്ളം ഒഴിച്ചിട്ടാണ് ആ തീ വരുത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ എത്രമാത്രം ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കും പ്രിയ മക്കളെ. ഹല്ലേലൂയ. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി, അവൻ തോട്ടിലും വെള്ളം നിറച്ച്. ഹല്ലേലൂയ. എന്നിട്ടാണ് യഹോവയുടെ സന്നിധിയിലെ ഏലിയ പ്രവാചകൻ ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഹല്ലേലൂയ. എന്നിട്ട് ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അവിടെയാണ് ഹല്ലേലൂയ ദൈവിക വിടുതൽ നടക്കുന്നത്. ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിന്റെ കരം അവിടെ പ്രവർത്തിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജീവിതങ്ങളല്ല ഹല്ലേലൂയ പറയാ യഹോവ തന്നെ ദൈവം എന്നറിയത്തക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തെ പ്രിയ മക്കളെ, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് മറ്റുള്ളവർ അറിയത്തക്കവണ്ണം ദൈവസന്നിധി നമ്മൾ വിശ്വസ്തയോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് ഹല്ലേലൂയ പറയത്തക്കവണ്ണം ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ 450 ഹല്ലേലൂയ അശേര പ്രതിഷ്ഠകളെ ഹല്ലേലൂയ നീക്കി കളയത്തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരുവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്നും ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരും. പ്രിയ മക്കളെ, ദൈവസന്നിധി ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ഏലിയാവിനോട് കൂടെ ഇരുന്ന അപ്പന്റെ കരം ഇന്ന് നമ്മോട് കൂടെയും ഇരിക്കും. ഹല്ലേലൂയ. ഉടനെ ഹല്ലേലൂയ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അത്ര മാത്രം അവിടെ അത്ഭുതം നടക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും എൻ്റെ അപ്പന്റെ സ്നേഹമെന്ന് മനസ്സിലാക്കുവാൻ
ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് പറയത്തക്കവണ്ണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ വലിയവ ചെയ്യണമേ. വിഷയം വലിയതാണ് ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ അവിടെ കാണുവാനിടയായി തീരട്ടെ. ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം, കരങ്ങളിൽ വഹിക്കണമേ. വിഷയത്തിന്മേൽ അത്ഭുത പ്രവൃത്തി കാണുവാൻ അടുത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ അവരും കർത്താവിന്റെ സാക്ഷികളായി നിൽപ്പാനിടയാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.